കടത്താൻ ശ്രമിക്കുന്ന സ്വർണം പോലീസ് പിടിക്കേണ്ട എന്ന് കസ്റ്റംസ്. സ്വർണ്ണക്കടത്ത് വിവരം അറിഞ്ഞാൽ കസ്റ്റംസിനെ അറിയിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം. സ്വർണ്ണക്കടത്ത് പിടികൂടിയ പോലീസിന് നോട്ടീസ് അയച്ച് കസ്റ്റംസ്. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ SHOമാർക്കാണ് കസ്റ്റംസ് ഷോ കോസ് നോട്ടീസ് അയച്ചത്. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്താണിപ്പോൾ കസ്റ്റംസ് പോലീസിന് നൽകുന്ന നിർദ്ദേശം? നോട്ടീസ് അയച്ചത് എന്തിനാണ്? ഇത് കുറച്ച് നാളുകളായിട്ടുള്ള അധികാര തർക്കം നിലനിൽക്കുന്നതാണ്. കാരണം പോലീസാണോ കസ്റ്റംസ് ആണോ സ്വർണം പിടികൂടേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു തർക്കം. അതായത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇത് കൂടുതലായും വരിക. കാരണം കരിപ്പൂർ വിമാനത്താവളത്തിന് അടുത്തായി പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കടത്ത് വിവരങ്ങൾ ലഭിച്ചാൽ പോലീസ് പിടികൂടുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ കസ്റ്റംസ് ഇതിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. കസ്റ്റംസ് ആണ് സ്വർണം കടത്തുന്നത് പിടികൂടേണ്ടത്, പോലീസ് അല്ല. പോലീസിന് ഇത്തരത്തിൽ അധികാരമില്ല. പോലീസ് ജസ്റ്റ് ഇൻഫോം ചെയ്യുക മാത്രമാണ് അവരുടെ ജോലി. അത്തരത്തിൽ ഇൻഫോം ചെയ്താൽ മാത്രം മതി എന്നാണ് കസ്റ്റംസിന്റെ നിലപാട്. പക്ഷേ പോലീസ് പറയുന്നത് ഇതിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചില ഒത്തുകളികൾ നടത്തുന്നു. ഈ സ്വർണ്ണക്കടത്തുകാരുമായി ഒത്തുകളിച്ച് ഇവരെ പിടികൂടാതെ വിടുന്നു, അല്ലെങ്കിൽ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസും ആരോപിക്കുന്നു. ഇത് ഹൈക്കോടതിക്ക് മുമ്പാകെ നേരത്തെ നിലനിന്നിരുന്ന ഒരു കേസാണ്. ഇത്തരത്തിലുള്ള ഈ അധികാര തർക്കം സംബന്ധിച്ച് അന്ന് പോലീസ് കസ്റ്റംസിനെതിരെ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നത് തന്നെയാണ് ഈ സ്വർണം പിടികൂടുന്ന കാര്യം. കാരണം സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ ആ രീതിയിൽ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ പോലീസിന് പിടികൂടാം എന്ന് പോലീസ് പറയുന്നു. പക്ഷേ കസ്റ്റംസ് പറയുന്നത് അത്തരത്തിൽ പിടികൂടാൻ പറ്റില്ല, കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നാണ്. ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ളത് കരിപ്പൂരിലെ 3 SHOമാർ, അതായത് വിവിധ കാലയളവിൽ നിന്ന് SHOമാർക്ക് കസ്റ്റംസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ പുതുതായി അയച്ച നോട്ടീസിൽ പറയുന്നത് ഇവർ കാരണം കാണിക്കൽ നോട്ടീസാണ്. കാരണം ഇവരിൽ നിന്ന് പിഴ ഈടാക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കസ്റ്റംസിന്റെ നോട്ടീസിൽ പറയുന്നത്. ഈ SHOമാർ ഇപ്പോൾ നിയമ നടപടിക്ക് ശ്രമിക്കുകയാണ്. കാരണം ഇവർ പിടികൂടിയത് കൃത്യമായി ഇവരുടെ CRPC അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് പിടികൂടിയത്. പക്ഷേ കസ്റ്റംസ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ് SHOമാരുടെ ഭാഗം. ഏതായാലും ഇത് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കോടതിയിൽ ഇക്കാര്യങ്ങൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു അധികാര തർക്കമായി ഇത് നിലനിൽക്കുന്നു എന്നതാണ്.